വിവേക് വിവേക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം. ഒറ്റയ്ക്ക് റിവ്യൂ ഉണ്ട്. എല്ലാവർക്കും ജോക്സ് കണക്ട് ചെയ്യാൻ വിശ്വസിക്കുന്നു. പിന്നെ മ്യൂസിക് വർക്ക് ചെയ്യും. സോ ഐ തിങ്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ കുറച്ച് നാൾ പറക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാന്നുള്ളത്. ബട്ട് ഐ ന്യൂ ദിസ് ഫിലിം വിൽ ആൻസർ ഫോർ ഇറ്റ്. ഞാൻ അങ്ങനെ വേണ്ടാത്തൊന്നും കഴിക്കാറില്ല കേട്ടോ. കൃഷാന്തിന് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കൃഷാന്ത് എന്ത് കഴിച്ചപ്പോൾ ഈ ഐഡിയ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇങ്ങനെ കൃഷാന്ത് എന്ത് കഴിക്കുന്നതായിരിക്കും ആൾക്കാർ വിചാരിക്കുക. ഇങ്ങനെയൊന്നുമില്ല, സാധാരണ ചിക്കൻ മട്ടൺ ബീഫ് ഇതൊക്കെയാണ് അവരെ കഴിക്കുന്നത്. ബട്ട് വാട്ട് എ വണ്ടർഫുൾ പേഴ്സൺ. വേർ ഇസ് കൃഷാന്ത്? ഇപ്പോഴും എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നെ എഡിറ്റ് ചെയ്യണം, എനിക്ക് എന്നെ ആർട്ടും ചെയ്യണം, എനിക്ക് ഇല്ല. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു കൊളാബറേറ്റ് വിത്ത് പീപ്പിൾ. കൊളാബറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൃഷാന്ത്. ബട്ട് കൃഷാന്തിന്റെ ചില വിഷൻസ്, എസ്പെഷ്യലി വെൻ യു വാച്ച് ദിസ് ഫിലിം, യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് എനിക്കറിയില്ല, ഇങ്ങനെ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ നിന്നാണ്. ഞാനത് ഇവിടെ ഉൾപ്പെടുത്തില്ല. പക്ഷെ ഐ നോ വാട്ട് ഓൾ ഹി ഹാസ് ഗോൺ ത്രൂ ടു മേക്ക് ദിസ് പ്രൊഡക്റ്റ് വാട്ട് ഇറ്റ് ഈസ് ടുഡേ. ആൻഡ് ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ film, which I hope will become a box office hit and in turn will provide a lot more commercial films from Krishan. And I am eternally grateful. Frida Soman എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ, especially as an actor, it is a character I can actually relate to a lot. So ഏറ്റവും സന്തോഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ ജോക്സ് ലാൻഡ് ആകുമ്പോൾ നിങ്ങളുടെ ചിരിയാണെങ്കിലും യുനോ ഒരു ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഇത് പ്രിവ്യൂ ഇരുന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയില്ല, ദിസ് ഇസ് ഓൾസോ എൻ എക്സ്പെരിമെന്റ്. ഇത് മറ്റന്നാൾ റിലീസ് ആവുമ്പോൾ ഇതിന്റെ വേർഡിക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ ആണ് ഇന്നത്തെ ഈ ഒരു പ്രിവ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ വണ്ടർഫുൾ ഓഡിയൻസ് and sharing your honest opinion with us. It truly matters a lot. And നിരഞ്ജിന്റെ കൂടെ എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. 5000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിരഞ്ജ് such a brilliantly talented guy. Nepotism done right ആണ്. And ഫൈനൽസ് വന്ന സമയത്ത് ഞാൻ നിരഞ്ജിന്റെ അടുത്ത് പറഞ്ഞു, നിരഞ്ജ് ഇത് നമുക്ക് ബ്രേക്ക് ആവും. പക്ഷെ എന്തൊക്കെയോ കാരണവശാൽ അത് നമുക്ക് ബ്രേക്ക് ആയില്ല. മധുര മനോഹര മോഹൻ പക്ഷെ വന്നപ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആയി. ഞാൻ കുറച്ച് സീനേ ഉള്ളൂ, അപ്പൊ അത് നോട്ടീസ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ബ്രേക്ക് ദാറ്റ് ഇസ് ഗോണ ഗോ ഫോർ നിരഞ്ജ്. നാളെ ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ഇനി എങ്ങനെയാവും? ഇല്ല, എല്ലാവരും എടുക്കും, ഫോൺ എടുക്കും. He's such a sweet person. And to every single person who has acted in the film, it has been a privilege to act alongside them. എല്ലാവരും wonderful actors ആണ്. Because I feel like good reviews and good thoughts and word of mouth is the only way that this film gonna reach people, and this content is going to reach people. So thank you so much once again everybody for coming. അറിയില്ല. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഈ സൈസും ബോഡിയൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര കോമഡി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോഴും പടം കണ്ടിട്ടില്ല, ഞാനിപ്പോ പുറത്തായിരുന്നു. നല്ലതാണെങ്കിൽ പ്ലീസ് ഷെയർ യുവർ ഗുഡ് റിവ്യൂസ്. അത് ഹെൽപ് ദ ഫിലിം എ ലോട്ട്. താങ്ക് യു. സൈഫൈ കോമിക് എന്തൊക്കെയാ, ഒരുപാട് ചിരിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്. സൈഫൈ ആണ്, മലയാള സൈഫൈ, ലോക്കൽ മലയാളം ക്ലാസ് മൂവിയാണ്. സിനിമ കണ്ടു, ഭയങ്കര രസമായിട്ട്. മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ മേക്കിംഗ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ടാവും എങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ രണ്ട് സീനിലൊന്നും നമുക്ക് ആ വേൾഡിൽ ഇന്നാവാൻ വളരെ എളുപ്പമാണ്. കൃഷാന്ത് ഭയങ്കര കൃഷാന്ത് എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ആ വേൾഡിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത രീതി തന്നെ പുള്ളി എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ആൻഡ് കമേഴ്ഷ്യൽ വളരെ പക്കാ കമേഴ്ഷ്യലായിട്ടുള്ള പടം കൂടെയാണ്. അമേസിംഗ് ജോബ്. done such a lovely job in this film. ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബാഗേജ് കൊടുക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ലാത്ത ആളാണ്. രാജേന്ദ്രൻ വാസ് ഡിഫറെൻറ്റ്, നിരഞ്ജ് ഇസ് ഡിഫറെൻറ്റ്. നിരഞ്ജിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയും പെർഫോമൻസിൻ്റെ ഒരു രീതിയും വേവ് ലെങ്ത്. അത് തന്നെയാണ് ഈ സിനിമയുടെ യുണീക്നെസ് എന്ന് പറയുന്നത്.
അധികം കണ്ട് പരിചിതമല്ലാത്തൊരു സബ്ജക്റ്റാണ്. അത് വളരെ രസമായിട്ട് പ്രശാന്ത് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 2-2.5 മണിക്കൂർ വളരെയധികം എൻഗേജിങ് ചെയ്യും. ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഫ്യൂച്ചറിൽ കിട്ടിയ വർക്ക് ചെയ്യുമോ? അത് ഇവിടെ ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. ദാറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ടോട്ടൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസസ് ആയിരുന്നു. ഞാനത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അടിപൊളി പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ കണ്ട ഒരു പടമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. ഞാൻ ഒത്തിരി ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് പരിപാടി. അല്ല, പേര് എടുത്തു പറയേണ്ട കാര്യം. ഈ കൃഷാന്തിൻ്റെ തന്നെ മറ്റു സിനിമകൾക്കൊക്കെ പേര് ഭയങ്കര, പുള്ളിയുടെ ഒരു സിനിമ എന്നൊരു വിഷൻ, സിനിമാറ്റിക് വിഷൻ, അതിൻ്റെ ഒരു തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും 100% ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. ഞാൻ ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഒന്നും പ്രതീക്ഷിച്ചതല്ല. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇപ്പം നമ്മൾ ലോക ചെയ്തപ്പോഴും അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ഇപ്പം മലയാളത്തിൽ ഇതേപോലെയുള്ള പരീക്ഷണ ചിത്രങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? നല്ല കാര്യമല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈം ടു പറഞ്ഞാൽ മലയാള സിനിമ ഇപ്പോൾ കേരളത്തിന് പുറത്തും എല്ലാവരും നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം നമ്മളുടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത് തിയേറ്ററിൽ. അപ്പം ഒരുപാട് സന്തോഷം. പ്രശാന്തിൻ്റെ ഒരു മൂവിയിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം. ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും ആസ് എൻ ഓഡിയൻസ് താങ്ക്സ് എൻ്റെ ആൾക്കാരല്ലാണ്. ഭയങ്കര സന്തോഷം. മുഴുവൻ എനിക്ക് സന്തോഷിക്കാനായിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഇതിൻ്റെ മുഴുവൻ വിധിയും ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്നാൽ പോലും ഒരു 100-350 പേരുടെ കൂടെ ഈ സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് പേരുടെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്, സത്യസന്ധമായി മറുപടി പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇത് കൊള്ളാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും ടഫ് കോമഡി ലാൻഡ് ആവണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. കാരണം ഇത് 2046 നമ്മൾ ഇന്ന് പക്ഷെ പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങൾ തന്നെയാണ്. കോമഡി ലാൻഡായ പല സമയത്തും സിനിമ വർക്കാണെന്ന് ആൾക്കാർ പറയുന്നത്. ജോക്സിനൊക്കെ എല്ലാവരും ചിരിച്ചു എന്നുള്ളതിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് മൂവി, വെരി ക്രിയേറ്റീവ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ സംഭവിക്കാമല്ലോ. എവറി പോസിബിലിറ്റി ഈസ് ദെയർ ആൻഡ് ഇറ്റ്സ് വെരി ഇമാജിനേറ്റീവ് ആയിട്ടാണ് പ്രശാന്തേട്ടൻ ചിന്തിച്ചേക്കുന്നത്. ഓർമ്മകൾ പലവരും പലതായി പതിഞ്ഞെൻ്റെ ശിരോനഗരത്തിനന്തകാർ ഗലികളിൽ ആർത്തരായി പുലരുന്ന പ്രവാസികൾ